എല്ലാ മാന്യശ്രോതാക്കൾക്കും കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസി അവതരിപ്പിക്കുന്ന കുട്ടി മനസ്സിലൂടെ ഒരു യാത്ര എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഞാൻ സുരേഷ് പെരുന്നാട്. ഇന്നത്തെ നമ്മുടെ കുട്ടി ഗസ്റ്റ് ആരാധ്യയാണ്. ആരാധ്യയുടെ വിശേഷങ്ങളാണ് നമ്മുടെ പ്രിയ ശ്രോതാക്കളുടെ മുന്നിൽ നിന്ന് എത്തിക്കുന്നത്. ഹായ് ആരാധ്യ. ഹായ് അങ്കിൾ. എന്തൊക്കെയുണ്ട് വിശേഷം? ഒന്നുമില്ല. ഒരു വിശേഷങ്ങളും ഇല്ല? ഉണ്ട്. എന്ത് വിശേഷം? ഇന്നിവിടെ വരാൻ പറ്റിയല്ലോ. ഓ, അത് ഭയങ്കര വിശേഷമാണല്ലേ. വരാനും കാണാനും കേൾക്കാനും ഒക്കെ പറ്റുന്നുള്ളത് വലിയ വിശേഷം തന്നെയാണ് അല്ലേ. ഇപ്പൊ എങ്ങനെയുണ്ട്, ഇഷ്ടപ്പെട്ടോ? ഓക്കെ. ആരാധ്യ ഏത് ക്ലാസ്സിലാണ് പഠിക്കുന്നത്? ഫോർത്തിലാണ് അല്ലേ. ഫോർത്തുമായിട്ട് ഇങ്ങനെ യുദ്ധത്തിലാണ് ഇപ്പം അല്ലേ. ഏത് സ്കൂളാണ് പഠിക്കുന്നത്? MES അല്ലേ, അതാണോ? MESലാണ്. എൻ്റെ എന്താണ് ഫുൾ നെയിം എന്താണ്? MS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ. ഓക്കെ, MES ആണ് എൻ്റെ പേരല്ലേ. ഓക്കെ, എവിടെയാണ് സ്കൂള്? കണ്ടച്ചിറയിലാണോ? എങ്ങനെയുണ്ട് സ്കൂളൊക്കെ? കൊള്ളാം. സ്കൂൾ കൊള്ളാം. ഓക്കെ, പഠിത്തവും കാര്യങ്ങളും സ്കൂളിലെ വിശേഷങ്ങളും ഒക്കെ എങ്ങനെയുണ്ടെന്നാണ് ഉദ്ദേശിച്ചത് കേട്ടോ. ഓക്കെ, എന്തെങ്ങനെയുണ്ട്? കൊള്ളാം, എന്തായാലും നല്ലോണം പഠിപ്പിക്കുന്നുണ്ട്. നല്ലോണം പഠിപ്പിക്കുന്നുണ്ട് എന്തായാലും അല്ലേ. ഇപ്പൊ നേരത്തെ അങ്ങോട്ട് പണി കൊടുത്തോ? ഇല്ല. അല്ല, നമ്മൾ സാറിന് ഒരു പണി കൊടുത്തട്ടെ, മോശമായിരുന്നു. ഇപ്പൊ എന്തായാലും ഒന്നാണ്ട് പഠിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്ന് പറഞ്ഞതൊക്കെ തോന്നി എനിക്ക് അല്ലേ. അങ്ങനെയാണോ? അങ്ങനെയാണോ? അല്ല, നല്ല പഠിപ്പിക്കും അല്ലേ. അപ്പം ഒരുപാട് നല്ല സുഹൃത്തുക്കളൊക്കെ കാണും അല്ലേ, ടീച്ചേഴ്സ്, സുഹൃത്തുക്കള്. എങ്ങനെയുണ്ട് സ്കൂളിൽ വിശേഷങ്ങളൊക്കെ? കൂട്ടുകാരുടെ കളിച്ചും ചിരിച്ചൊക്കെ നടക്കും. അപ്പൊ നമ്മള് സ്കൂളിൽ പോകുന്ന കളിച്ചും ചിരിച്ചു നടക്കാം. പഠിക്കുകയും ചെയ്യും വല്ലപ്പോഴും. പഠിക്കും. ക്ലാസ്സിലൊക്കെ നല്ല ഫസ്റ്റ് ആണോ? അല്ല, ഫസ്റ്റ് അല്ല, എല്ലാരും ഫസ്റ്റ് അല്ല. അപ്പം ചിലതെല്ലാം തെറ്റും. ഓ, കൊച്ചു എന്ത് സത്യസന്ധപരമായിട്ടാ പറയുന്നത് അല്ലേ. വളരെ വളരെ ഞാൻ ഓപ്പണായിട്ടങ്ങ് പറയാ. എന്തിനാ നമ്മൾ നന്നായിട്ട് പഠിക്കുമെന്നൊക്കെ പറയുന്നത്? അങ്ങനൊന്നും വേണ്ട അല്ലേ. നമ്മൾ കുഴപ്പമില്ലാണ്ട് പോന്ന് ചിലതിനൊക്കെ തോക്കും അല്ലേ, സ്വാഭാവികം. നമ്മൾ എന്നും പറഞ്ഞ് നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. തോറ്റ വിഷയം നമ്മൾ അടുത്ത പ്രാവശ്യം നമ്മൾ സ്കോർ ചെയ്യണ്ടേ. നല്ല മാർക്കൊക്കെ സ്കോർ ചെയ്യണം. അതൊക്കെ അങ്ങനെയൊക്കെ തയ്യാറെടുക്കുന്നുണ്ടല്ലോ. ഓക്കെ. പിന്നെ വീട്ടില് വിശേഷങ്ങളൊക്കെ പറയൂ. വീട്ടില് അച്ഛൻ, അമ്മ എന്ത് ചെയ്യുന്നു? അച്ഛന് എന്തുവാന്നോ എനിക്കറിയത്തില്ല. അച്ഛന് ജോലി ചെയ്യുന്ന. അച്ഛൻ ജോലി ചെയ്യുന്ന എവിടെ? ഗൾഫിലാണോ? ഓക്കെ. അമ്മ വീട്ടില. എല്ലാത്തിലും എന്തോന്ന് ചോദിക്കുന്നത് എന്റെ അടുത്ത് ചോദിക്കുന്നത്. എനിക്കൊന്നും അറിയത്തില്ല. അമ്മ വീട്ടിൽ ജോലി ചെയ്യുന്നല്ലേ. ഇതിൽ ഏറ്റവും വലിയ ജോലി ഏതാ? രണ്ടും വലിയ ജോലി തന്നെ. ആണോ? രണ്ടാമത് പറഞ്ഞ ജോലി അമ്മയുടെ. അതെന്താ? അത് വലിയ ജോലിയല്ലേ? അതൊരു വലിയ ജോലിയാ. വീട്ടു ജോലിയെല്ലാം വലിയാണ്. സഹായിക്കാറുണ്ടോ അമ്മയൊക്കെ? എന്തൊക്കെ ചെയ്യും? തൂക്കും, പാത്രം കരുവും, പിന്നെ അവിടെ എല്ലാം തുടയ്ക്കും, പിന്നെ പൂജാമുറി വൃത്താക്കും. മിടുക്കി. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടി. ഇതിനൊക്കെ സമയം എപ്പോഴാണ്? സ്കൂളിൽ പോണ്ടേ? അല്ല, അവധി ദിവസങ്ങളിൽ ഞാൻ കിട്ടുമ്പോ തൂത്ത് കൊടുക്കും. അവധി ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം നമ്മള് വീട്ടില് അല്ലേ. പിന്നെ അമ്മയ്ക്ക് വയ്യാത്തപ്പോഴും ജോലിയെല്ലാം ചെയ്യും. ഇപ്പൊ സ്കൂളിൽ പോകുന്ന സമയത്താണ് അമ്മയ്ക്ക് വയ്യാതെ എന്ത് ചെയ്യും? അപ്പൊ ഞാൻ വൈകിട്ട് വന്നിട്ട് ജോലി ചെയ്യും. അപ്പൊ ഉച്ചക്ക് ചോറൊക്കെ ഞാൻ അച്ചാമ്മ ഉണ്ടല്ലോ. അച്ചാമ്മയുണ്ടല്ലേ. അപ്പൊ അച്ചാമ്മ ഉണ്ടെങ്കിൽ പിന്നെ കുഴപ്പമില്ല. അച്ചാമ്മ സഹായിക്കുകയൊക്കെ ചെയ്യും അല്ലേ. രാവിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്ന അച്ചാമ്മയാണോ? അല്ല, രാവിലെ കാപ്പിയെല്ലാം ഉണ്ടാക്കി തന്ന അച്ചാമ്മ. അതാ ഞാൻ ചോദിച്ചത് കേട്ടോ. രാവിലെ അച്ചാമ്മയിലെ കാപ്പിയൊക്കെ ഉണ്ടാക്കി തന്നേ. ഓക്കെ. പിന്നെ ഉച്ചയ്ക്ക് ഭക്ഷണം കൊണ്ടുപോകുമോ അതോ അവിടെ ഉണ്ടോ? കൊണ്ടുപോകും. ഓക്കെ. പിന്നെ വൈകിട്ട് പിന്നെ നേരെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെന്താ പരിപാടി? ഇനി വീട്ടിൽ വന്ന് വൈകിട്ടാകുമ്പോ കളിക്കാൻ പോകും. കുറച്ചു നേരം TV കാണും. പിന്നെ റൂമിൽ പോയി എല്ലാം കളിക്കും. പഠിത്തം ഇല്ല ചുരുക്കി പറഞ്ഞ? പഠിത്തമെല്ലാം ഉണ്ട്. അതെപ്പോഴാ? അത് രാത്രിയില് അല്ലേ. സ്കൂളിൽ നിന്നൊക്കെ വരുമ്പോ തന്നെ ഏകദേശം ഒരു സന്ധ്യ സമയമൊക്കെ ആയി വരും, രാത്രി വരും. പിന്നെ എപ്പോഴാ ഇതിനൊക്കെ സമയം? അല്ല, അത് ട്യൂഷനെല്ലാം പോയിട്ട് വരുമ്പോ ഒരു 5 മണിക്ക് വരുമ്പം പിന്നെ അത് കുറച്ചേരം TV കണ്ടിട്ട് കുറച്ചേരം പഠിക്കും. TV കണ്ടിട്ട് കുറച്ചേരം പഠിക്കും. പഠിച്ചിട്ട് കഴിച്ചിട്ട് വരുന്ന പരിപാടി പിന്നെ കിടന്നുറങ്ങും അല്ലേ. പിന്നെ TV കാണലൊന്നും ഇല്ല. അമ്മ പാത്രം കഴുകുന്നതല്ലേ TV കാണും. അപ്പൊ TV കാണലുണ്ട് അല്ലേ. ഓക്കെ. ഈ പാത്രം കഴുകുന്നത് എത്ര മണിക്കാ? അതൊരു ഞങ്ങള് ചിലപ്പോ 8 മണിക്ക് പഠിച്ചിരും, അല്ലെങ്കിൽ 9 മണിക്ക്. 10 മണി കഴിച്ചിട്ട് പിന്നെ 11 മണിക്ക് പാത്രം വരും. അപ്പൊ ചുരുക്കി പറഞ്ഞ ചിലപ്പം രാത്രി വരെ പിന്നെ അങ്ങോട്ട് TV ആണല്ല അല്ലേ. പഠിച്ചു കഴിഞ്ഞിട്ട്
കഴിച്ചിട്ട് അത് രണ്ടും വേണമല്ലോ. എത്ര മണിക്ക് എഴുന്നേക്കും ഇപ്പൊ രാവിലെ? രാവിലെ ഒരു 7 മണിക്ക്. 7 മണിക്ക് എഴുന്നേക്കും അല്ലേ? ആരും വിളിച്ച് തള്ളി ഉടനടി സ്കൂളിൽ പോകണ്ടേ അതൊക്കെ പറഞ്ഞാണോ അതോ തന്നെത്താൻ അറിഞ്ഞെഴുന്നേക്കോ? അല്ല, അമ്മ വിളിക്കൂ. അല്ലെങ്കിൽ എനിക്ക് അലാറം കേൾക്കുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് എഴുന്നേക്കാൻ പറ്റത്തില്ല. അതെന്തേ? അത്ര ആരോഗ്യത്തോണോ ഈ അലാറം? അല്ല, അത് എനിക്ക് എന്റെ ചെവി കേൾക്കാൻ പറ്റത്തില്ല. ചെവിക്ക് എന്ത് പറ്റി? ആ, അയ്യോ, അലാറം ചെവി കേൾക്കാൻ പറ്റുന്നില്ല. ഹെഡ്ഫോൺ വെച്ചിട്ടാണ്? അമ്മയെ ചേച്ചിക്ക് കേൾക്കാം, പക്ഷെ ഞാൻ നല്ല ഉറക്കമായിരിക്കും അപ്പം. അപ്പൊ ഈ സ്കൂളിൽ പോകുന്ന സമയമായാണ് നമുക്ക് നല്ല ഉറക്കം വരുന്നത്. ചിലപ്പോഴില്ല 6 മണിക്ക് അമ്മയെ ചേച്ചി ഉണർത്തും. അല്ല, മിക്കവാറും ഈ രാവിലെയാണ് നല്ല ഉറക്കം വരുന്നത് അല്ലേ? കാര്യം എങ്ങനെ ആ സമയത്ത് ഉറക്കം വരായിരിക്കും? 11-12 മണിക്കല്ലേ ഉറങ്ങുന്നേ അല്ലേ? ഓക്കെ. അപ്പൊ പിന്നെ നമുക്ക് അതുകൊണ്ട് നമ്മൾ കുറ്റം പറയാൻ പറ്റത്തില്ല അല്ലേ? പിന്നെ സ്കൂളിൽ ഇരിക്കുമ്പോഴും ചിലപ്പോ ഉറക്കം വരും. അപ്പൊ ഇനി ഒരു കാര്യം ചെയ്യാം, അലാറല്ലേ കേൾക്കാതുള്ളൂ. അപ്പൊ ഏതെങ്കിലും ഒരു ഷോക്ക് എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് കടിപ്പിച്ച് വെച്ചിരുന്നാൽ മതി. രാത്രി സ്വിച്ച് ഒന്നിടാൻ പറഞ്ഞാൽ മതി രാവിലെ. അത് പിന്നെ പെട്ടെന്ന് നമ്മൾ ചാടി അങ്ങ് ഇരുന്നേറ്റുള്ളൂല്ലോ. അല്ലാറല്ലേ കേൾക്കാൻ പറ്റാത്തുള്ളൂ. അല്ല, അതെങ്ങനെ വെക്കാനാ? അതൊരു കമ്പി കണക്ട് ചെയ്ത് വെച്ചിരുന്നാ പോരെയോ? അപ്പൊ ഇവരോട് പെട്ടെന്ന് ചാടി എഴുന്നേക്കത്തില്ലേ? കാണാനും കേൾക്കാനും ഇല്ലേ പറ്റാതുള്ളൂ. അപ്പൊ ഇതേ ഉള്ളു മാർഗം അല്ലേ? ആരാ മുമ്പേ എഴുന്നേക്കുന്നത്? ചേച്ചിയോ അനിയത്തിയോ? ചിലപ്പോ ഞാൻ എഴുന്നേക്കും, ചിലപ്പോ അമ്മ ചേച്ചി എഴുന്നേക്കും. ചിലപ്പോ ഞങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് എഴുന്നേക്കുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. പിന്നെ വീട്ടിലങ്ങനെ അടിയൊക്കെ കൂടാറുണ്ടോ ചേച്ചിയായിട്ടൊക്കെ? ചിലപ്പോ. എന്തിനാ അടി കൂടുന്നേ? അല്ല, അത് ഞങ്ങള് അമ്മയെ ചേച്ചി എന്റെ സാധനങ്ങളെല്ലാം എടുക്കുന്നതിനോ അതിനെല്ലാം ഞാൻ നമ്മുടെ സാധനം ചേച്ചി എടുത്തുണ്ടോ? ചിലപ്പോ ഞാൻ കൊടുക്കും. അറിഞ്ഞു കൊടുക്കും. നമ്മൾ അറിഞ്ഞു കൊടുക്കും ചേച്ചിക്ക്. ഈ അറിയാതെ എടുക്കുമ്പോഴാണ് പ്രശ്നം ഉണ്ടാവുന്നത് അല്ലേ? ചോദിച്ചാ ഞാൻ കൊടുക്കുമല്ലോ. എന്നാൽ നമ്മൾ ചോദിച്ചാൽ കൊടുക്കുമല്ലോ. പിന്നെ ഈ അറിയാതെ എടുക്കാൻ വരുന്ന ചേച്ചി അതെന്താ ചേച്ചി ഇങ്ങനെ കാണിക്കുന്നത്? ചേച്ചി ചോദിച്ചിട്ടുണ്ടോ? ഇല്ല. നേരെ അങ്ങ് തല്ലുവിടുകയാണോ അതോ അമ്മയടുത്ത് ഒന്ന് പരാതി പറയോ? അമ്മയടുത്ത് പറഞ്ഞിട്ട് ഒരടി കൊടുത്തിട്ട് അമ്മയടുത്ത് പറയും. പിന്നെ അല്ല, അമ്മടുത്താ കളി. കൊടുക്കുന്നത് സ്പോട്ടിലാ കൊടുത്തു വെക്കുക അല്ലേ? എന്നിട്ട് ഈ പരാതി പറയുക. അത് അമ്മ എന്ത് ചെയ്യാ? അമ്മയപ്പം ഇരിക്കോ പാത്രം കരുവിയോ എല്ലാം ചെയ്തിരിക്കും. ഇരിക്കോ പാത്രം കഴുകുകയോ ചെയ്യോ? ചിലപ്പോ പാത്രം കരുവി ജോലിയെല്ലാം തീർത്തിട്ട് കുറച്ചേരം ഇരിക്കത്തില്ലേ, അപ്പഴായിരിക്കും ഈ ഇടി നടക്കുന്നത്. അന്നേരം അമ്മയടുത്ത് പറയത്തില്ലേ? പറയും. പറയുമ്പോ അമ്മയൊന്നും ചെയ്യത്തില്ലേ? അമ്മ വരക്ക് പറഞ്ഞ് നല്ല അടി വരുമ്പം അടിക്കും. അടി ഇങ്ങനെ മൂത്ത് വരണം അല്ലേ? അടിയുടെ പവർ കൂടി വരുമ്പോ അമ്മ ഇടപെടും. അതാണ് സത്യം അല്ലേ? അമ്മയ്ക്ക് അങ്ങനെ അടിക്കാൻ പറ്റും? അമ്മയുടെ മക്കളെ അമ്മ വഴക്ക് പറയും. ഫസ്റ്റ് അടങ്ങിരി എന്നൊക്കെ പറയും. അപ്പം നിങ്ങൾ അടങ്ങിയിരിക്കോ? പിന്നെ അമ്മയെ ചേച്ചി ഇങ്ങോട്ട് വഴക്കുണ്ടാക്കാൻ വരുമ്പോ തിരിച്ചു പറയും. അത് ശരി. അങ്ങനെ സോൾവ് ആവും. പിന്നെ അച്ഛനെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടോ? ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്, അച്ഛനോ അമ്മയോ? രണ്ടുപേരും എനിക്ക് ഒരേതാണ്. ഏറ്റവും കൂടുതൽ ഇഷ്ടം ആരാണ്? അല്ല സാറേ, എനിക്ക് രണ്ടുപേരും ഒരേതാണ്. എന്നാലും ഒരുപാട് ഇഷ്ടം, ഒരു മനസ്സിനുള്ളിലുള്ള ഒരുപാട് ഇഷ്ടമുള്ള ആരെങ്കിലും ഒരാൾ കാണത്തില്ലേ? അച്ഛനും അമ്മയും ഒരേതാണ്. എനിക്ക് ഉറപ്പിച്ച് ഇല്ലേ? ചില കുട്ടികളൊക്കെ പറയുന്നു എനിക്ക് അച്ഛനെയാണ് ഇഷ്ടം, ചിലപ്പോൾ അമ്മയാണ് ഇഷ്ടം, ചിലപ്പം അമ്മാമ്മയാണ് ഇഷ്ടം, അങ്ങനെയൊക്കെ പറയത്തില്ലേ? അങ്ങനെ നമുക്ക് എല്ലാവരും ഒരുപോലെയാണ്. എനിക്ക് എല്ലാവരും നമ്മളെല്ലാവരും ഒരേ കണക്ക് കാണുന്നല്ലേ? സ്കൂളിൽ അങ്ങനെയൊക്കെ തന്നെയാണ്. സ്കൂളിൽ ബെസ്റ്റ് ഫ്രണ്ട് ഒക്കെ ഉണ്ടാവും. ആരാണ്? കുറച്ചു പേരുണ്ട്. ആരാണ്? വേദ, ആവണി, നക്ഷത്ര, അൻഹ, ദേവപ്രിയ. 5 പേരുണ്ട്. ഇപ്പം ആരാധ്യയുടെ ഞാൻ ചോദിക്കുകയാണ്, ആരാധ്യയുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ടായിട്ട് ആരാധ്യ കൂട്ടണമെങ്കിൽ ആ കുട്ടികൾ എങ്ങനെയുള്ളവരായിരിക്കണം? ഏത് സ്വഭാവക്കാരായിരിക്കണം? എങ്ങനെയാണ് അവരുടെ ആ ഒരു പോസിറ്റീവ് കണ്ടെത്തുന്നത്? എങ്ങനെയാണ് അവര് നല്ലോണം സ്നേഹത്തോടെ പെരുമാറണം. എങ്ങനെ സ്നേഹത്തോടെ പെരുമാറണം? ഒരാളെ സഹായിക്കണം. എങ്ങനെ സഹായിച്ചിട്ടുണ്ടോ അവരൊക്കെ? സഹായിച്ചിട്ടുണ്ട്. എങ്ങനെ സഹായിച്ചു? എന്റെ കൈയെല്ലാം ഒടിഞ്ഞപ്പോ എനിക്ക് അന്ന് ഒടിഞ്ഞായിരുന്നു. അപ്പം എനിക്ക് വാരി തന്നെ അവരാ. സ്കൂളിൽ പോയപ്പോ പിന്നെ അവര് മറിഞ്ഞു വീണാലും അവരെ കൈ മുറിഞ്ഞാലും ചിലപ്പോ ഞാൻ വാരി കൊടുക്കും. എനിക്ക് വയ്യ. വാരിക്കൊടുപ്പ് സ്നേഹമാണല്ലേ? അല്ല, അത് മാത്രല്ല, എന്നെ സഹായിക്കുകയും ചെയ്യും. എങ്ങനെ സഹായിക്കും? കോപ്പി അടിക്കാനോ? അല്ല, പിന്നെ എന്നെ ഞാൻ വീണാലും എൻ്റെ കൂടെ കളിക്കാനും എല്ലാം അവരെൻ്റെ കൂടെ ഉണ്ട്. ടോയ്ലറ്റിൽ പോകാൻ എല്ലാത്തിനും എൻ്റെ കൂടെ വരും. ആണോ? നമ്മൾ കളിക്കാനും വരും. നമ്മൾ നമ്മളോട് മറിഞ്ഞു വീഴും. അല്ലല്ല, എന്നെ എഴുന്നേൽപ്പിക്കും. എന്നിട്ട് ഞാൻ അന്നൊരു ദിവസം തലയിറങ്ങി വീണ്. അയ്യോ. എൻ്റെ ഒരു കൂട്ടുകാരി കരഞ്ഞായിരുന്നു. അപ്പൊ പിന്നെ അതും നമ്മുടെ ബെസ്റ്റ് ഫ്രണ്ടായി. എനിക്ക് വയ്യ. ഈ സൗഹൃദങ്ങൾക്ക് ഇങ്ങനെയൊക്കെ സംഭവങ്ങളുണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. ഇപ്പോഴും ഉണ്ടോ ആ ഒരു കണക്ഷനൊക്കെ? ഞങ്ങൾ എന്തായാലും ചിലപ്പോ അടി ഉണ്ടാക്കും. പിന്നെ ഞങ്ങള് അടിയില്ലെങ്കിൽ എന്ത് രസമാ. അടിയൊക്കെ ഇടയ്ക്കിടയ്ക്ക് വേണം. സ്നേഹത്തിന് അന്ന് തന്നെ ഞങ്ങള് കൂട്ടാവും. അത് ചുമ്മാ ഒരു പവറിൽ നമ്മൾ അറിയാതെ നമ്മളങ്ങ് അടിച്ചു പോകുന്നേ, കൈ അവർ ദേഹത്ത് വീണ് പോകുന്നതാ. അല്ല, ഞങ്ങള് ഇങ്ങനെ വല്ലോത്തിനും അടി ഉണ്ടാക്കും. അടി ഉണ്ടാക്കിയിട്ട് പിന്നെ ഞങ്ങൾ അങ്ങ് കൂട്ടായും.
കൂട്ടാവും. നമ്മൾ സ്കൂൾ വിടുന്നതിന് മുമ്പ് എന്തായാലും നമ്മുടെ സുഹൃത്തുക്കളായിട്ടേ പിരിയത്തുള്ളൂ, അത് ഉറപ്പാ. പിന്നെ ഇന്ന് പറ്റിയില്ലെങ്കിൽ നാളെ പിരിയും. നാളെ പിരിയല്ല, നാളെ കൂട്ടാവും അല്ലേ? എന്തായാലും ആ ഒരു പിണക്കത്തിന് ആയുസ് കുറവാ അല്ലേ? കുഞ്ഞായുസേ ഉള്ളൂ, ഇണക്കത്തിനാണ് കൂടുതൽ ആയുസ്. ഓക്കെ. നിങ്ങൾ ഈ 3 കൂട്ടുകാർ ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? 5 പേര്. 5 പേര് ഒരു ക്ലാസ്സിലാണോ പഠിക്കുന്നത്? അതിലാരാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് പഠിക്കുന്നത്? ബെസ്റ്റായിട്ട് അവരെല്ലാരും പഠിക്കും. പിന്നെ നമ്മളെന്താ? ഞാനും പഠിക്കും. ചിലപ്പോ എല്ലാവർക്കും തെറ്റും, ചിലതല്ല നമുക്കും തെറ്റും. അപ്പൊ സുഹൃത്തുക്കൾ എല്ലാരും അതും ഒരുപോലെയാണ് ഷെയർ ചെയ്യുന്നത് ആ കാര്യത്തിൽ. ചിലപ്പോ എനിക്ക് ടെസ്റ്റ് പേപ്പറിന് അറിയത്തില്ലെങ്കിൽ അവളെ എനിക്ക് പറഞ്ഞു തരും ചിലതെല്ലാം. ഞാൻ നേരത്തെ ഒരു കാര്യം ചോദിച്ചു, കോപ്പിയുടെ കാര്യം. അതിപ്പോ യാഥാർത്ഥ്യമായില്ലേ? അത് ചെറുതായിട്ട് പറഞ്ഞു തരും അല്ലേ? ഓക്കെ. അപ്പൊ ആ കൂട്ടുകാരികളൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാം കേൾക്കും, പറയണം ചെന്ന് കേട്ടോ. അവരും കേൾക്കട്ടെ, കൂട്ടുകാരിയൊക്കെ ഇത്രയും ആത്മാർത്ഥമായിട്ട് ആരാധ്യ സ്നേഹിക്കുന്നുണ്ടെന്ന് അവരും അറിയട്ടെ. അപ്പൊ സ്കൂളിൽ മാത്രമല്ലല്ലോ ഇപ്പം ആരാധ്യ കൂട്ടുകാരെ കാര്യങ്ങൾ പറഞ്ഞത്. ഇപ്പൊ എത്ര ആൾക്കാരാണ് ഈ കേൾക്കുന്നത് ആ കൂട്ടുകാർ കാര്യങ്ങളൊക്കെ, എത്രയോ പേരാ കേൾക്കാൻ പോണത് അല്ലേ? അപ്പൊ ആരാധ്യയുടെ ആ സ്നേഹത്തിന്റെ ആ ഒരു വ്യാപ്തി ഇപ്പം മൊത്തം പരക്കാൻ പോവാ കേട്ടോ. എന്തായാലും പിന്നെ ഇപ്പൊ ഭയങ്കര സ്നേഹമായിരിക്കും അവർക്ക് അല്ലേ? 4 എത്ര ക്ലാസ് ഉണ്ട് അവിടെ? അവിടെ 7 പേരുണ്ട്. 7 പേരുണ്ട്. അപ്പൊ 7 കഴിഞ്ഞിട്ടുള്ള കാര്യം വേറെ സ്കൂളിലോട്ട്. അപ്പൊ എന്ത് ചെയ്യും? അപ്പം എന്താ ഫ്രണ്ട്സിന്റെ അമ്മമാരുണ്ട്. ഒരു ഫ്രണ്ട്സ് ഉണ്ട് ഞങ്ങൾക്ക്. അവരോട്ട് കമ്പനി വിടുവോ? അല്ല, 2 പേരുണ്ട് ഫ്രണ്ട്സ്, വേദേ നക്ഷത്ര. എന്റെ അമ്മയ്ക്ക് അറിയാവുന്ന അവരമ്മയെ. അങ്ങനെ ഞങ്ങൾ ഒരേ സ്കൂളിലാക്കാന്ന് പറയുന്നു. വേദ എങ്ങോട്ടാന്ന് അറിയത്തില്ല, നക്ഷത്ര ആലുമുട്ടിലോട്ടാ. ഓക്കെ. നക്ഷത്ര ആലമ്പുട്ടിലോട്ടാ ഇപ്പഴേ പറഞ്ഞു. ഇപ്പൊ എവിടെ പോകാനാണ് ആഗ്രഹം? എനിക്ക് ഏത് സ്കൂളായാലും കുഴപ്പമൊന്നുമില്ല, നമ്മളെല്ലാം ഓക്കെയാണ്. ഓക്കെ. ഇഷ്ട ഭക്ഷണം എന്താണ്? എനിക്ക് എല്ലാ ഭക്ഷണവും ഇഷ്ടമാണ്. കൂടുതൽ ഇഷ്ടം എന്താണ്? എല്ലാം ഉണ്ട്. അപ്പൊ എന്നത്തെ ഏത് പറയണോന്ന് അറിയത്തില്ല. എന്നാലും ഓർമ്മ പറ. മസാല ദോശ, അല്ല നെയ് റോസ്റ്റ് ഇഷ്ടമാണ് അല്ലേ? പുറത്തൊക്കെ പോയി ഫുഡ് കഴിക്കാറുണ്ടോ? ചിലപ്പോ അല്ല. കറങ്ങാനൊക്കെ പോകാറുണ്ടോ? എവിടൊക്കെ പോകും? പാർക്കിലും ബീച്ചിലും അവിടെ എല്ലാം. പിന്നെ കസിൻസിന്റെ വീട്ടിലും അമ്മൂമ്മയുടെ അപ്പൂപ്പന്റെ വീട്ടിലെല്ലാം എല്ലായിടത്തും പോകും. ഓക്കെ. അപ്പം ഇങ്ങനെ അടിച്ചു പൊളിക്കുകയാണ് കാര്യം ചുരുക്കി പറഞ്ഞാല്. സ്കൂളിലും പുറത്തും ഒക്കെ അല്ലേ? ഇപ്പം 4ാം ക്ലാസ് ഒക്കെ പഠിച്ചു. ഇംഗ്ലീഷ് മീഡിയം അല്ലേ? ഇംഗ്ലീഷ് മീഡിയം ആണ്. അപ്പൊ 5ാം ക്ലാസ്സിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്കിന് നമുക്ക് ഈ സുഹൃത്തുക്കളുടെ പേരുകളൊക്കെ പറഞ്ഞല്ലോ, 5 പേരുണ്ടെന്ന്. ഇവരൊക്കെ നമുക്ക് ഈ 5ാം ക്ലാസ്സിലോട്ട് എത്തിയില്ലെങ്കിൽ എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾ ഒരുമിച്ച് കൂടാൻ പറ്റിയില്ലെങ്കിൽ അവർ ഫോൺ കോൾ ചെയ്യും. എന്നാലേ ബന്ധം നിലനിർത്തും അല്ലേ? ഇതും കഴിഞ്ഞ് നമ്മൾ പഠിച്ച് ഇറങ്ങുമ്പോൾ നമുക്ക് നമ്മൾ പഠിച്ച സ്കൂൾ ജീവിതമൊക്കെ അവസാനിപ്പിച്ച് കോളേജ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് പുറത്തിറങ്ങുമ്പോൾ ഈ കൂട്ടുകാരൊക്കെ നമ്മൾ വലുതായി കാണും അല്ലേ? അപ്പൊ നമുക്കുണ്ടാകുന്ന ഒരു ഫീലിങ്സ് എന്തായിരിക്കും? ആരാധ്യയ്ക്ക് ഉണ്ടാകുന്ന ഫീലിങ്സ് എന്തായിരിക്കും? അവരെല്ലാം കണ്ട് എന്തെല്ലാം പറഞ്ഞ് കറങ്ങാനെല്ലാം പോയിട്ട് അത് ഇങ്ങനെ കാണുമ്പോൾ എന്തായിരിക്കും ഫീലിംഗ്? അങ്ങനെ ഫീലിങ്സ് വല്ലതും ഉണ്ടോ? ഇല്ല, ഒന്നുമില്ല. ആയിന്ന് പറഞ്ഞിട്ട് സംസാരിക്കും. ആയിന്ന് സംസാരിക്കും. നീ അവരുടെ പണ്ട് എന്റെ ബെസ്റ്റ് കൂട്ടുകാരി അല്ലായിരുന്നു, അങ്ങനൊന്നും അതൊക്കെ പറയും അല്ലേ? ആ ഒരു നിമിഷം ഭയങ്കരമാണ് അല്ലേ? ഓക്കെ. ആരാധ്യക്ക് സങ്കടം വരാറുണ്ടോ? എന്തിനാ? നമ്മളെ പഠിപ്പിച്ച ടീച്ചർമാര് പോകുമ്പോഴും എവിടെ പോകുമ്പോ വേറെ സ്കൂളിലോട്ട് പോത്തില്ല, അങ്ങനെ പോകുമ്പോഴും പിന്നെ കൂട്ടുകാരികൾ പോകുമ്പോഴെല്ലാം ചില വിഷമം വരും ചിലപ്പോ. പിന്നെ വഴക്ക് പറയുമ്പോഴും അമ്മയച്ഛനും അങ്ങനെ പറയുമ്പോഴും പിന്നെ അമ്മയച്ഛനും അച്ഛൻ ഗൾഫിൽ പോയാലും വിഷമം വരും. അച്ഛൻ ഗൾഫിൽ ചുരുക്കി പറഞ്ഞാൽ എല്ലാത്തിനും വിഷമം ഉണ്ട് അല്ലയോ? സാധാരണ മനുഷ്യൻ സ്വാഭാവികമായിട്ട് വരുന്ന വിഷമങ്ങളൊക്കെ ആരാധ്യയ്ക്കും ഉണ്ട് അല്ലേ? കരയാറുണ്ടോ? ഉണ്ട്. ഓക്കെ. അച്ഛനും അമ്മയും എങ്ങനെയാണ്? ഭയങ്കര സ്നേഹമെന്ന് പറഞ്ഞല്ലോ. സ്നേഹമുണ്ട്, അല്ല സ്നേഹമാണല്ലോ. അപ്പൊ അച്ഛനും അമ്മയും എപ്പോഴെങ്കിലും മിസ്സായാലും എന്താ ചെയ്യാ? മിസ് ചെയ്യേണ്ടി വന്നാല് അവരിപ്പോ എവിടെയെങ്കിലും ദൂരെ യാത്രയൊക്കെ പോവാന്ന് വെച്ചോ. അപ്പൊ അച്ഛൻ ഓൾറെഡി ഗൾഫിലാണ്, അപ്പൊ അമ്മയ്ക്ക് ഒരു ജോലിയൊക്കെ കിട്ടി കേട്ടോ. അപ്പൊ അങ്ങനെയൊക്കെ പോവാണെന്നുണ്ടെങ്കിൽ ആരാധ്യയുടെ അവസ്ഥ എന്തായിരിക്കും? എനിക്ക് ചിലപ്പോഴെല്ലാം വിഷമം വരും. ചിലപ്പോഴൊക്കെ വരത്തുള്ളൂ, അല്ലാതെ ആത്മാർത്ഥമുള്ള വിഷമമൊന്നും വരാറില്ല. എന്തായാലും രാത്രി കിടക്കുമ്പോഴും വൈകിട്ട് നിക്കുമ്പോ വിഷമം വരും. വൈകിട്ട് നിക്കുമ്പോഴും വിഷമം വരും, കിടക്കുമ്പോഴും നിക്കുമ്പോഴും വിഷമം വരും. അല്ല, കിടക്കത്തില്ലേ രാത്രി? കിടക്കുവോ? എനിക്കറിഞ്ഞൂടാ. അപ്പം അമ്മയെ ഓർമ്മ വരും. അപ്പോഴേ അമ്മ ഓർമ്മ വരുത്തുള്ളൂ അല്ലേ? ഓർമ്മയിൽ മാത്രമായിട്ട് ഒതുങ്ങിയ അമ്മ അന്നേരം. പിന്നെ എപ്പോഴും അമ്മയും അച്ഛനെയും ഓർമ്മ വരും. അത് പിന്നെ ഓർത്തേ പറ്റുള്ളൂ. കാര്യം എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ അച്ഛനും അമ്മയും ഏക സമ്പാദ്യമാണ് അവര് അല്ലേ? അപ്പൊ അവരെ നമ്മളെ ഓർക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. ഇല്ല. അവരടിച്ചാ പോലും അടിച്ചാ പോലും ഓർക്കും. എന്നാലും ഞാൻ ഓർക്കും. അടിച്ചാലൊക്കെ ഓർക്കൂല്ലേ? ഏറ്റവും ഇഷ്ടപ്പെട്ട ടീച്ചർ ആരാണ് സ്കൂളില്? എനിക്കൊരു ടീച്ചറുണ്ട്, ക്ലാസ് മിസ്സാ. ടീച്ചറിനെ ഇഷ്ടമാ. പേരില്ലേ? ബെൻസി ടീച്ചറെ.
ബെൻസി ടീച്ചർ. ഇനി മറ്റു ടീച്ചർമാർക്കൊക്കെ ഇത് കേൾക്കാൻ വിഷമാവോ? പിന്നെ വേറെ ടീച്ചർമാരും ഉണ്ട്. എനിക്ക് എല്ലാ ടീച്ചർമാരും ഇഷ്ടം. എന്നാലും ഏറ്റവും കൂടുതൽ ഇഷ്ടം സിനി ടീച്ചറിനെ. ബെൻസി ടീച്ചർ അല്ലേ ഇപ്പം? ആണ്. എന്താ സിനി ടീച്ചറിനെ ബെൻസി ടീച്ചറിനെ ഏറ്റവും കൂടുതൽ ഇഷ്ടം. പഠിപ്പിക്കുന്നുണ്ടോ രണ്ടുപേരും? ആ. അല്ല, ആരാധ്യ പാടത്തില്ലേ? അപ്പൊ ആരാധ്യയുടെ ഒരു 2-4 വരി അല്ലേ, നമുക്കത് കേട്ട് നമുക്കത് വൈൻഡപ്പ് ചെയ്താലോ? എത്ര വരിയാണ്? 3-4 വരി പാടിക്കോ. എത്ര പാട്ട് വേണം? ഒരു 3-4 വരി പാടിക്കും. അറിയാവുന്നൊരു പാട്ട് പാടിക്കും. ഏതെങ്കിലും പാട്ട് വരി പോലെ പാടിക്കും. ഓക്കെ. ಟಿಬಫುನೆ ನವಾಡಿ ಕೊಲನೆ ಈ ಒನ್ನಾಲೆಯ ಲೈಫ್ ಸುಕುನೆ ಐಟಾನ ಕನವಿಲ್ಲ ಬಾರದಡಿ ಐಟಾನ ಒಸಿಕಿಲ ಉನ್ನ ಪತಿಯೇ ಮಂಡೈಲ படிப்புன ஏறலடி அரகில உன்ன பிச்சை யாருலடி மினிக்கி உன்றால நஞ்ச குடக்கி சிலுக்கி கடையில மொட்டை கலக்கி கலக்கி ഓവാറ നൊമ്പവരക്കി സിലിച്ചി ഓവാറ നൊമ്പവരക്കി. ഓക്കെ, അതിൽ പഠിച്ച് വളർന്ന് ആരാവാനാണ് ആഗ്രഹം? ഡോക്ടർ. ഡോക്ടർ ആവാനാണ് ആഗ്രഹം. ഡോക്ടർ ആവാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ എന്തുവാ വേറെ വല്ലതും ആവും. അതെന്തായാലും ഉറപ്പാണ്, നമ്മൾ എന്തെങ്കിലും ഒന്നും ആവും അല്ലേ. അപ്പം എന്തായാലും നല്ലൊരു ഡോക്ടർ ആവട്ടെ കേട്ടോ. നല്ല ഡോക്ടർ ആവണം, നല്ല ചികിത്സിച്ച് എല്ലാവരും നല്ല രീതിയിൽ ചികിത്സിച്ച് അസുഖമൊക്കെ ഭേദമാക്കി. ഏറ്റവും വലിയ പുണ്യമാണല്ലോ അത്. അപ്പം എന്തായാലും അങ്ങനെ ഭവിക്കട്ടെ. ഒപ്പം നല്ലൊരു കലാകാരിയുമായിട്ട് വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു, ആഗ്രഹിക്കുന്നു. ഓക്കെ, അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.